മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന വെന്യൂ അതൊരു വലിയ തിങ്ങാണ്. നമ്മൾ എടുക്കുന്ന വെന്യൂ, നമ്മുടെ ക്രൗഡ് എത്ര ആണോ ആ ക്രൗഡിന് കൊള്ളാവുന്ന വെന്യൂ ആണോ എന്ന് ആദ്യം തിരക്കണം. നമ്മളുടെ വീട്ടിൽ നിന്നും ആ വെന്യൂവിലേക്ക് എത്താനുള്ള സമയം നോക്കണം. വരന്റെ വീട്ടുകാർക്കും ആ വെന്യൂവിലേക്ക് എത്താനുള്ള സമയം നോക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന ഡെക്കറുകള് ഒരു വലിയ ഡെക്കറുകൾ ചെയ്യുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ചടങ്ങിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഡെക്കർ എന്താണ്. ഇപ്പൊ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ഞാൻ സാരിയുടെ കളർ ചോദിക്കാറുണ്ട്, വെഡ്ഡിങ് സാരിയുടെ കളർ. എന്നോട് പലരും ചോദിച്ചു എന്തിനാണ് വെഡ്ഡിങ് സാരിയുടെ കളർ ചോദിക്കുന്നത്. ശരിക്കും വെഡ്ഡിങ് സാരിയുടെ കോൺട്രാസ്റ്റ് സ്റ്റേജ് ചെയ്താൽ കിട്ടുന്ന ഭംഗി വേറെ ഒന്നിനും കിട്ടില്ല. അപ്പം നമ്മൾ എടുക്കുന്ന ഹോളിലെ ആളുകളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഹോളുകൾ എടുക്കുക, പിന്നെ ആക്സസ് എടുക്കുക. പിന്നെ തലേ ദിവസം എപ്പോഴും ചിന്തിക്കണം, ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഹോള് കിട്ടുന്ന സമയമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതും ഹോളുകളുടെ സമയം. ഇപ്പം തലേദിവസം രാത്രി 10-12 മണി വരെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെഡ്ഡിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വെഡ്ഡിങ് ഹോളുകൾ എടുക്കുമ്പോൾ തലേദിവസം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്യണം, നല്ല വെന്യൂസ് എടുക്കണം. ആളുകൾ എപ്പോഴും പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തിൽ ഒതുങ്ങിയിരുന്ന വിവാഹം സൗകര്യമുള്ള സ്ഥലത്തുണ്ട്. ഇപ്പൊ 1000 പേരുടെ കല്യാണം ഉണ്ടെങ്കിൽ മിനിമം ഒരു 800 പേർക്കെങ്കിലും ഇരിക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഹോളായില്ല. ആ കപ്പാസിറ്റി കുറയുമ്പോൾ നമുക്ക് ആ കല്യാണം ആസ്വദിക്കാൻ പറ്റത്തില്ല, ക്രൗഡ് കൊണ്ട് നിറഞ്ഞു പോകും. അപ്പൊ എപ്പോഴും എടുക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ഏറ്റവും നല്ല വെന്യൂ എടുക്കരുത്. നല്ല വെന്യൂ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം ഭംഗിയാവുന്നതാണ്.